നമ്മുടെ ക്ലീനിങ് റോബോട്ടിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത്. നമ്മൾ 2 വർഷമായി ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് കംഫർട്ട് അല്ലാത്ത ചെറിയ ഒരു 5-6 കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയുള്ളത്. നമുക്ക് ഇത് ക്ലീനിങ്ങിന് വളരെ ബെസ്റ്റാണ്. എന്നാലും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനും അതിൻ്റെ പാർട്സും അതുപോലെ നമ്മൾ എങ്ങനെ ഇത് യൂസ് ചെയ്യണം, ആപ്പ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതിൽ നമ്മൾ 2 കൊല്ലം ഉപയോഗിച്ചതിന് ശേഷം വരുന്ന ചെറിയ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോണ ചില കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയുള്ളത്. ഞാനിത് 2 വർഷമായിട്ട് ഈ ക്ലീനിങ് റോബോട്ട് വെച്ചിട്ടാണ് വീട് ക്ലീൻ ചെയ്യണേ. അപ്പോൾ നല്ല കംഫർട്ടാണ്. പക്ഷേ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാണ്ട് ഇതുവരെ എനിക്കൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. പിന്നെ നമുക്ക് ചില കാര്യങ്ങളുണ്ട്, ആ ചില കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയുള്ളത്. ഇത് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ അറിയാം, നല്ല മൈന്യൂട്ട് പൊടി വരെ റോബോട്ട് ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീനിങ് ബോക്സ്. മുന്നേ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പറയുന്നത്. ഇതിപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ കണ്ട ഇതുപോലത്തെ ചെറിയ മൈന്യൂട്ട് പൊടികൾ വരെ, ഇതൊക്കെ നമുക്ക് പൊടിയുടെ അലർജിയൊക്കെ വരുന്നതാണ്. എല്ലാതും ഇത് നല്ലോണം ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് എടുക്കും. നമുക്ക് തുടയ്ക്കേണ്ട ആവശ്യം വരില്ല, അത്രയ്ക്കും ക്ലീൻ ആയിട്ട് നമുക്കിത് കിട്ടും. പിന്നെ നമ്മുടെ കയ്യിൽ ബ്രഷ് ഉണ്ടല്ലോ, ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണം. അപ്പം നമുക്കിത് മെയിനായിട്ട് ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും ക്രമേണ. ആദ്യത്തിലൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കും. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കും. അത് എപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വെക്കണം. അതുപോലെ തന്നെ വെള്ളം നനവൊന്നും പാടില്ല. അങ്ങനെയൊക്കെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇത് നല്ല തറ ക്ലീനിങ് ചെയ്തിട്ട് വേണം മെഷീനിൽ രണ്ടാമത് റീസെറ്റ് ചെയ്യാനായിട്ട്. ഇത്ര മൈന്യൂട്ട് പൊടി വരെ സക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അലർജിയൊക്കെ വരാൻ ഇത് നമുക്ക് ചൂലുകൊണ്ട് അടിച്ചു വാരിയ വരെ ഇത്രയും ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ അത്രയധികം യൂസ്ഫുൾ ആണ് നമ്മുടെ ഈ റോബോട്ട്. എന്നാലും ചില കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ശ്രദ്ധിക്കണം. ചിലപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ഓക്കെ അല്ലാണ്ട് വരും. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. റോബോട്ടിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ ബ്രഷ്. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് തട്ടിയത് തന്നെ നമുക്ക് എല്ലാ പൊടികളും ഇതുപോലെ ഇങ്ങനെ കളയാൻ പറ്റും. പിന്നെ നമുക്ക് ഒന്നും കൂടി ക്ലീൻ ആവണമെന്ന് വെച്ചാൽ കഴുകി നല്ല തുണിയൊക്കെ തുടച്ച് നല്ലോണം തീരെ വെള്ളമില്ലാണ്ട് പിന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഒരു വട്ടം ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാ പൊടികളും മാറ്റി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മളിത് നമ്മുടെ ഇതിലേക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ മോപ്പിങ്ങിന് വെക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്, ഇതിൽ കുറച്ച് വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ കൂടെ വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ നമ്മൾ ഡെറ്റോള് അങ്ങനത്തെ ഫ്ലോറിംഗ് ലോഷൻ ഒന്നും ഇതിൽ ഒഴിക്കരുതെന്ന് കാർഡിൽ എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. നല്ലോണം വെള്ളത്തിലാണ് നമ്മൾ മോപ്പ് ഇട്ട് നമ്മൾ ക്ലീൻ ചെയ്യണത്. ഇതാകുമ്പോൾ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പൊടി വലിച്ചിട്ട് തന്നെ ക്ലീൻ ആവും. പക്ഷെ മോപ്പിങ്ങിൽ ഇത് അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇതിൽ നമ്മൾ വെള്ളം നിറച്ച് പിന്നെ ഈ ഒരു പാഡ് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ മോപ്പിങ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞത് നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെക്കും വേണം. വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയുന്നതിന് ആദ്യമേ തന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ മൊബൈലിൽ മാപ്പ് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് വർക്കിംഗ് കണ്ടീഷൻ തുടങ്ങാനായിട്ട്. ഇത് ആദ്യം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മാപ്പ് സെറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ട് ശേഷം ചാർജറിൽ തന്നെ ഇരിക്കും ഈ റോബോട്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ക്ലീനിങ് മെത്തേഡ് തുടങ്ങാനായിട്ട്. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ റോബോട്ടിൻ്റെ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് സ്റ്റക്കാവുമെന്ന് വെച്ചാൽ, അതായത് മൊബൈലിൻ്റെ കേബിളൊക്കെ കിടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ കിടക്കാന്ന് വെച്ചാൽ ഇതിങ്ങനെ വർക്കിംഗ് കണ്ടീഷനിൽ ഇവിടെ എത്തുമ്പോൾ സ്റ്റക്കായി നിൽക്കും. അത് ഞാൻ കാണിക്കാം. ഇതുപോലെ വരുമ്പോഴാണ് നമ്മുടെ റോബോട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് സ്റ്റക്കായിട്ട് നിൽക്കാം. അപ്പോൾ റോബോട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കേബിള് അതുപോലെ തടസ്സങ്ങളൊക്കെ മാറ്റണം. എന്നാലാണ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ റോബോട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഈ റൂമിൽ തന്നെ മേശ ഇരിക്കുന്നുണ്ട്. മേശയുടെ കാലൊക്കെ തട്ടി തന്നെ പിന്നാക്കം വരും ചെയ്യുക. അല്ലാണ്ട് അതിൻ്റെ അടിയിൽ റോബോട്ടിന് പോകാൻ പറ്റിയെങ്കിൽ മാത്രമേ അത് വന്ന് ക്ലീൻ ചെയ്യുള്ളൂ. തടസ്സമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നീങ്ങും. ചെയറിൻ്റെ കാല് അതുപോലെ തന്നെ മേശയുടെ കാല്. അപ്പം നമ്മൾ ക്ലീനിങ്ങിന് വെക്കുമ്പോൾ എല്ലാ സാധനവും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ക്ലീനാവും. അത് ഭയങ്കര ക്ലീൻ ആവും. അപ്പം നമ്മൾ വേറെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് കസേരയുടെ കാല് മേശയുടെ കാലൊക്കെ ഉണ്ടെങ്കിൽ റോബോട്ടിന് അങ്ങനെ കടക്കാൻ പറ്റില്ല. അത് കാരണം അങ്ങനെ ഒഴിവാക്കി പോവും. നമുക്ക് മാറ്റാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ മാറ്റി റോബോട്ടിന് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റണ വിധത്തിലാക്കി കഴിഞ്ഞാൽ റോബോട്ട് നല്ല ക്ലീനാക്കി വെക്കും.
പിന്നെ റോബോട്ടിന് സാധാരണ വരുന്ന ഒരു കംപ്ലൈൻറ്റ് ചാർജിങ് ഫുൾ ആവാറില്ല. അത് ചാർജ് ചെയ്യുന്ന സമയത്ത് റോബോട്ട് ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി വന്നിരുന്ന് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ഫുൾ ആവാറില്ല. ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ആവണില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ചാർജറിനകത്ത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതാണ് ചാർജർ, ഇതിൻ്റെ ഇവിടെ ചില പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ തട്ടിക്കളയണം. അതുപോലെ ഇതുപോലെ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തട്ടിക്കളഞ്ഞ് ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചാർജിങ് പ്രോബ്ലം വരില്ല. ഇനി നമ്മൾ റോബോട്ടിൻ്റെ വേറൊരു പ്രശ്നം സാധാരണ കാണേണ്ടത്, ഞാൻ എത്ര കാലം ഉപയോഗിച്ചതിൽ എനിക്ക് മനസ്സിലായത്, നമ്മൾ റോബോട്ട് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം മാപ്പിംഗ് ചെയ്യണം. അപ്പം മാപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ റൂമിൽ ലൈറ്റ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അത് സെൻസറിങ് വെച്ചിട്ട് കറക്റ്റ് മാപ്പിംഗ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് ലൈറ്റ് കുറവായാൽ മാപ്പിംഗ് അത്ര കറക്റ്റ് ആവാറില്ല. നാലാമതായിട്ട് നമ്മുടെ ക്ലീനിങ് റോബോട്ടിൽ വരുന്ന കംപ്ലൈൻറ്റ്, ഇതിലെ ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ, പെട്ടെന്ന് പൊടികൾ നിറയും. അപ്പോൾ ഈ പൊടികൾ പെട്ടെന്ന് തന്നെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഉറുമ്പുകൾ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് വെക്കണം, അപ്പോഴാണ് ഇത് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുള്ളൂ. അതുപോലെ തന്നെ റോബോട്ടിൻ്റെ ബാക്കിൽ ഇവിടെ ഈ ഒരു പോർഷനിലാണ് ഇതിലൂടെയാണ് നമ്മുടെ പൊടികളൊക്കെ വലിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്യണോടുകൂടി ഇതൊക്കെ മാറ്റി എടുത്ത് ആ ബ്രഷ് എടുത്ത് നല്ലോണം ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റോബോട്ട് വളരെ സ്ലോയില് അതിൻ്റെ വർക്കിംഗ് നടക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യണതാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ നമ്മുടെ മുടി അതുപോലെ തന്നെ നൂല് അതൊക്കെ ഇങ്ങനെ പെട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ റൊട്ടേഷന് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അതിങ്ങനെ തിരിഞ്ഞ് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് അവർ എല്ലാതും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയിൽ സാധാരണ മുടി ഉണ്ടാവും, നൂലുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു സക്കർ വെച്ചിട്ടാണ് എല്ലാ പൊടിയും വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് ഉപയോഗിക്കുക, തീരെ ജലാംശം പാടില്ല. പിന്നെ നമ്മുടെ റോബോട്ടിൻ്റെ സെൻസറിങ് ഭാഗം ഇതാണ്. ഈ ഒരു സെൻസറിങ് വെച്ചിട്ടാണ് അവർ ആപ്പൊക്കെ സെറ്റ് ചെയ്യണത്. ഇത് പിന്നെ നമ്മുടെ ചാർജർ പോയിന്റ് ആണ്. ഇത് കറക്റ്റായിട്ട് ഇരിക്കുമ്പോഴാണ് ഫുൾ ബാറ്ററി ചാർജ് ചെയ്യാറ്. ക്ലീനിങ് കഴിഞ്ഞാൽ അപ്പം തന്നെ റോബോട്ടിൻ്റെ ഡസ്റ്റ്ബിൻ ക്ലീൻ ആക്കണം. അതുപോലെ തന്നെ പൊടിയൊക്കെ കളഞ്ഞ് നല്ല മുടിയും നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി വെക്കണം. അപ്പോഴാണ് റോബോട്ട് കറക്റ്റ് ഒരു തടസ്സമില്ലാണ്ട് ക്ലീൻ ആക്കും റൂം. അത് നമ്മൾ മടി പിടിക്കാൻ പാടില്ല. കാര്യം കഴിഞ്ഞ് നമ്മൾക്ക് ക്ലീനാക്കി വെക്കാം. റോബോട്ടിൻ്റെ സെൻസറിങ് അപ്പോൾ ഇവിടെയും നമ്മൾ നല്ല ക്ലീനാക്കി വെക്കണം. പൊടിയൊക്കെ നല്ലോണം തട്ടിക്കളഞ്ഞ് വെക്കണം. അല്ലെങ്കിൽ സെൻസറിങ്ങിൻ്റെ പോർഷനിൽ പൊടി വന്നാലും റോബോട്ടിന് ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. ഇതുപോലെ നൈറ്റിലൊക്കെയോ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താവില്ല, പെട്ടെന്ന് അത് ചാർജറിൽ വന്ന് അപ്പം നമ്മൾ വിചാരിക്കും ഇത് വർക്കിംഗ് കണ്ടീഷനാണെന്ന്. അത് ചാർജ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി തന്നെ പോയി ചാർജ് ചെയ്തോളും. തന്നെ ചെയ്യണ ഒരു പ്രോസസ്സാണ്. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അപ്പം തന്നെ മൊബൈൽ ആപ്പിൽ നോക്കിയിട്ട് എന്താ അവിടെ മിസ്റ്റേക്ക് വന്നതെന്ന് നോക്കി അതിനനുസരിച്ച് മാറ്റം വരുത്തണം. പിന്നെ അടുത്തതായിട്ട് 7ാമത്തെ പോയിന്റ് വരുന്നത് നമ്മുടെ വൈഫൈ കണക്ഷനാണ്. വൈഫൈ കണക്ഷൻ ഉള്ളിടത്താൽ ഇത് കറക്റ്റായിട്ട് വർക്കിംഗ് പ്രോസസ്സ് ആവുള്ളൂ. വൈഫൈ ഇപ്പോൾ ഒരു വീടിൻ്റെ എല്ലാ ഭാഗത്തും എത്തില്ലല്ലോ. അപ്പോൾ ആ എത്തണ ഭാഗത്തിൻ്റെ പരിധിക്കുള്ളിൽ അവിടെ വേണം നമ്മൾ നമ്മുടെ റോബോട്ട് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ ഓക്കെ ആവുക. റോബോട്ട് വർക്ക് ചെയ്യണ സമയത്ത് എപ്പോഴും ഇതിൻ്റെ ഫ്ലഗ് ഓൺ ചെയ്ത് വെക്കണം. എന്നാലും അതിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് വരുമ്പോൾ ഇത് കറക്റ്റ് സ്ഥലത്ത് വന്ന് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരേ ഭാഗത്ത് ഇങ്ങനെ നടക്കും. അതായത് ഇത് ഓൺ ചെയ്താൽ മാത്രമേ ഈ റോബോട്ട് ഈ ചാർജറിൽ വന്ന് ചാർജായിട്ട് നിൽക്കുള്ളൂ. പിന്നെ വരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ, നമ്മൾ 2 നിലയുള്ള ഫ്ലോറുള്ള വീടാണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും സെപ്പറേറ്റ് മാപ്പ് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വർക്കിംഗ് കണ്ടീഷൻ തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ മറന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ മാപ്പിന് സെറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാവുമല്ലോ സാധാരണ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ആ ഒരു മാപ്പ് തന്നെ അറിയാണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് കണ്ടീഷൻ ഓക്കെ ആവില്ല. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ മാപ്പിലാവും ആ ഒരു റോബോട്ട് അവിടെ ക്ലീനിങ് ചെയ്യുക. ഫസ്റ്റ് ഫ്ലോറിലത്തെ മാപ്പ് തന്നെ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ റോബോട്ടിനെ വർക്കിങ്ങിലാക്കാനായിട്ട്. ചില സമയത്ത് നമ്മൾ റോബോട്ട് ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യാണ്ടാവുമ്പോൾ നമ്മൾ ഫ്ലഗൊക്കെ ഡിസ്കണക്ട് ചെയ്ത് വരുമ്പോൾ എനിക്ക് സാധാരണ വരുന്ന സംഭവമാണ് വൈഫൈ കണക്റ്റ് ആവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഈ റോബോട്ടിൻ്റെ ഇതിങ്ങനെ പൊക്കി വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ഓൺ ചെയ്ത് ഇങ്ങനെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തും. പിന്നെ നമ്മുടെ ആപ്പിൽ നോക്കുമ്പോൾ റോബോട്ട് ഓക്കെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ പിന്നെ അത് ഉപയോഗിക്കുക. അപ്പം പിന്നെ നമുക്ക് റോബോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വൈഫൈ കണക്റ്റായി സാധാരണ പോലെ ക്ലീനിങ് പ്രോസസ്സ് ചെയ്യും. പിന്നെ കുറച്ച് കാലം നമ്മളിത് യൂസ് ചെയ്യാണ്ടിരിക്കുന്ന വെച്ചാൽ ആദ്യം നമ്മളിത് ഈ 2 ബട്ടണും 2 കൈ കൊണ്ട് ഇങ്ങനെ
നല്ലോണം പ്രസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു യെല്ലോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റീബൂട്ട് ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ ഓക്കെ ആവുക. ഇതൊക്കെ എനിക്ക് 2 കൊല്ലം കൊണ്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിൽ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക് എന്നല്ല പറയാം, ചെറിയ ചെറിയ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് വന്നുള്ളത്. പിന്നെ യാതൊരു വിധ കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് നമ്മുടെ റോബോട്ട് വർക്കിംഗ് കണ്ടീഷനായിട്ടുണ്ട്. പിന്നെ മോപ്പിങ്ങിൽ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. നമ്മൾ ഒരു ചായയുടെ കറിയൊക്കെ ഇങ്ങനെ വെച്ച് നമ്മളിവിടെ ഇങ്ങനെ കിടക്കാന്ന് വെച്ചാൽ അത് തുടച്ച് പോകുമ്പോൾ മുകളിലൊരു ജസ്റ്റ് ഒരു ഇതാ വരുള്ളൂ. അതൊക്കെ നമ്മളൊരു തുണിയെടുത്ത് അമർത്തി തുടയ്ക്കേണ്ടി വരും. പിന്നെ നമ്മൾ റോബോട്ട് വർക്കിംഗ് കണ്ടീഷൻ ആകുമ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ ഇതിൻ്റെ തൊട്ട് മുകളിൽ മാറാറുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിൽക്കും. അതൊക്കെ നമ്മൾ ചൂലാകുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ തട്ടിക്കളയും. അല്ല, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന ഭാഗം, അതായത് ഇതിൻ്റെ മുകളിലേക്ക് അവരൊന്നും ചെയ്യില്ല, ജസ്റ്റ് അടിയിൽ തന്നെ പൊടി ഇങ്ങനെ അബ്സോർബ് ചെയ്ത് പോവുള്ളൂ. ഇനി ഈ റോബോട്ടിൻ്റെ പ്രത്യേകിച്ച് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈഫൈ കണക്ഷനിൽ കൊടുക്കുന്ന എവിടെ നിന്നായാലും നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓഫീസിലായാലും നമ്മൾ വീടിന് പുറത്തായിരുന്നാലും ഇത് വർക്കിംഗ് കണ്ടീഷനിലാക്കാൻ പറ്റും. അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും പോയി വരുമ്പോൾ ഇതെല്ലാം ക്ലീനാക്കി തുടച്ച് മോപ്പ് ചെയ്ത് കഴിഞ്ഞത് അതിൻ്റെ ചാർജറിൽ വന്നിരിക്കുന്നുണ്ടാവും. അതൊക്കെ വളരെ കംഫർട്ടാണ്. ഇങ്ങനെ ഈ 2 കൊല്ലം യൂസ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു അപ്ഡേഷൻ ഇട്ടതാണ് വീഡിയോ. എങ്ങനെയാണ് ഈ റോബോട്ട് നമുക്ക് എങ്ങനെ ഹെൽപ്ഫുള്ളായി എന്നുള്ളതുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. 2 കൊല്ലം ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ കംഫർട്ടായിട്ടാണ് എനിക്ക് ഈ റോബോട്ട് തോന്നിയുള്ളത്. എല്ലാ പൊടിയും വലിക്കും, അതുപോലെ തന്നെ എവിടെ നിന്നിട്ടായാലും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു കംപ്ലൈൻറ്റും എനിക്ക് വന്നിട്ടില്ല. ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. നമുക്ക് തന്നെ അത് കൈകാര്യം ചെയ്യാൻ പറ്റണതെന്ന്. ഈ റോബോട്ട് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് വീട് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ മോപ്പ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടായിട്ടാണ് എനിക്ക് തോന്നിയുള്ളത്. അപ്പോൾ ഇത് ഒരുവിധം എല്ലാവരും ഇതിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് ചില കംപ്ലൈൻറ്റുകളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അത് ഒന്നും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്.